ഹലോ, ഇന്ന് ഞാൻ ഈ ഫാബ്രിക് യൂസ് ചെയ്ത് ഒരു ഹോം വെയർ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 2 to 3 years ഉള്ള ഒരു കൊച്ചിന് ഇടാൻ പാകത്തിനുള്ള ഒരു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ കണ്ടിന്യൂ വാച്ചിങ് ദ വീഡിയോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മെഷർമെന്റ്സ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ച് ഇതിനോട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ മെഷർമെന്റ്സ് നോക്കിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. ആദ്യം തന്നെ കട്ട് ചെയ്യുന്നതിന് പകരം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ മാത്രം കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത്. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ നെക്ക് ഇച്ചിരി കയറിപ്പോയെന്നാണ്. അതായത് കുടുങ്ങിയിരിക്കുന്ന ഒരു നെക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഇനി ഞാൻ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടി വൈഡർ അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇറങ്ങിയ ഒരു നെക്കായിരിക്കും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കംഫർട്ടബിളായി ലൂസായിട്ടുള്ള നെക്കാണ് വേണ്ടെങ്കിൽ ഞാനിതിൽ കാണിക്കുന്നതിനേക്കാളും മെഷർമെൻറ്റ് കുറച്ച് കൂടുതൽ എടുക്കുക. ഞാൻ ഓൾറെഡി ഇതിലെല്ലാം വേണ്ട പോലെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ജസ്റ്റ് ഈ പോർഷൻ മാത്രം ഒന്ന് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് എത്ര ഫാബ്രിക് യൂസ് ചെയ്യുന്നുണ്ടെന്നും ഇതൊക്കെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും കാണിക്കാം. ഷോൾഡറിൽ കുറച്ച് ഞൊറി ഇട്ടിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. 2 ഷോൾഡറിലും വെക്കാൻ വേണ്ടിയിട്ട് 2 പീസസ് ഉണ്ട്. ഇവിടെ ഒരു സൈഡ് മടക്കി അടിക്കേണ്ടാത്ത രീതിയിലുള്ള സൈഡ് നോക്കിയാൽ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ്. രണ്ടിന്റെയും ഒരു സൈഡ് മടക്കി അടിക്കേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ആദ്യം 1.5 ആയിരുന്നു എടുത്തിരുന്നത്. അത് ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്. ഇതിന്റെ നീളം 12 ഇഞ്ചസ് ആണ്. ഇത് കൈയിന്റെ അറ്റത്തെ ഞൊറിക്ക് വേണ്ടിയിട്ടാണ്. ഇതും 2 പീസ് ഉണ്ട്. ഇതിന്റെയും ഒരു ഭാഗം മടക്കി അടിക്കേണ്ടാത്ത രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തുണി മടക്കി അടിക്കേണ്ടതാണെങ്കിൽ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി എടുക്കണം. ഇതിൻ്റെ വീതി 2 ഇഞ്ചസ് ആണ്. നീളം ഞാൻ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചസ് ആണ്. ഇനി ഇത് 2 സ്ലീവിനും വേണ്ടിയിട്ടുള്ള പീസാണ്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചസ് ആണ്. വീതി എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ചാണ്. ടോട്ടലി എനിക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 ആണ്. കൈൻ്റെ അറ്റത്ത് ഈ പീസ് യൂസ് ചെയ്ത് ഞൊറി കൊടുക്കുന്നുണ്ടല്ലോ, ഞൊറിൻ്റെയും സ്ലീവിൻ്റെയും ഒരു 1/2 ഇഞ്ച് വെച്ചും ഷോൾഡറിനോട് സ്റ്റിച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ചും യൂസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് ഫൈനലി എനിക്ക് വേണ്ട ഇറക്കം 10 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞൊറിക്ക് വേണ്ടി ഞാൻ 2 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 9.5 ഇഞ്ചാണ്. ഇതാണ് ബോഡി പാർട്ട്. സോ ഇതിലും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 13 ഇഞ്ചസ് ആണ്. എനിക്ക് ശരിക്കും വേണ്ട ഇറക്കം എത്രയാണോ അതിനേക്കാൾ ഒരു 2 ഇഞ്ചസ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ നീളം ഇപ്പോൾ 13 ആണ്. വീതി എടുത്തിരിക്കുന്നത് 8 ഇഞ്ചസ് ആണ്. ഇത് എത്രയാണോ അതിൽ ഫ്രണ്ട് പോർഷനിൽ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ബട്ടൺസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷർട്ട് മോഡൽ ആയതുകൊണ്ട് നമുക്ക് അത്ര ടൈറ്റ് ഫിറ്റിംഗ് വേണ്ട. അതുകൊണ്ട് 2 സൈഡിലും ഏകദേശം ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പാൻറ്റിനുള്ള ക്ലോത്ത് ആണ്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചസ് ആണ്. എനിക്ക് ശരിക്കും വേണ്ട ഇറക്കം 14.5 ഇഞ്ചസ് ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടി 15 ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അരയിൽ ഒരു പടി കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. എത്രയാണോ എനിക്ക് വേണ്ടത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് ഇപ്പോൾ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സോ 14.5 ആണ് വേണ്ടത്. 15 ഞാൻ ഇറക്കം എടുത്തിട്ടുണ്ട്. വീതി എടുത്തിരിക്കുന്നത് 9 ഇഞ്ചസ് ആണ്. ഇത് ഞാൻ നടുവേ മടക്കിയിട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെയും 2 പീസ് വേണം. ഇത് ഫ്രണ്ടിലെയും ബാക്കിലെയും അരയിൽ കൊടുക്കാനാണ്. ഇതിൻ്റെ വീതി 3 ഇഞ്ചസ് ആണ്. നീളം ഞാൻ എടുത്തിരിക്കുന്നത് 20 ആണ്. ഇത് 3 ഇഞ്ചസ് വീതി. ഞാനിത് നടുവേ മടക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് എലാസ്റ്റിക് ഇടാൻ പോകുന്നത്. അതായത് ഒരു 1.5 ഇഞ്ച് മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. സ്ലീവിന് കാണിച്ച പോലെ തന്നെ പാൻറ്റിൻ്റെ പീസ്, അതിൻ്റെ മേലെ 1.5 ഇഞ്ചിൻ്റെ പടി, സ്ലീവിൻ്റെ 1 ഇഞ്ചിൻ്റെ പടിയാണ് വരാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇതിൻ്റെ 1/2 ഇഞ്ച് തയ്ക്കും. അതേപോലെ പാൻറ്റിൻ്റെ ടോപ്പ് പോർഷൻ്റെ 1/2 ഇഞ്ചും തയ്ക്കും. സോ താഴെ ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് മടക്കി അടിക്കും. സോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി 14.5 ആയിരിക്കും ഇറക്കം. ഇത്രയും ഫാബ്രിക്കാണ് വേണ്ടത്. ഇത് അത്യാവശ്യം നല്ല തിക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. മാർക്ക് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഗുഡ് സൈഡ്സ് അകത്ത് വരുന്ന രീതിയിൽ നടുവേ മടക്കി എടുക്കുവാണ്. ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഇത് തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. സോ ദാറ്റ് ഇനി എനിക്ക് ഇവിടുന്ന് എൻ്റെ ബാക്കി മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം.
കഴുത്ത് ഞാൻ ഒരു 1.5 ഇഞ്ച് വിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇറക്കം അഗൈൻ ഒരു 1.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇനി ഇത് ഫുൾ അങ്ങേ അറ്റം വരെ കണക്ട് ചെയ്യാം. കർവ് ചെയ്ത് ഒന്ന് കഴുത്ത് വരയ്ക്കുകയാണ്. ഒരു 2 ഇഞ്ചിൻ്റെ ഒക്കെ ഷോൾഡർ മതി. ഞാനൊരു 2.25 ഇഞ്ച് മൊത്തത്തിൽ എടുക്കുകയാണ്. സോ ഇവിടുന്ന് ഒരു 2.25 ഇഞ്ച് വിട്ട് ഞാൻ ഒരു മാർക്ക് ചെയ്യാണ്. സോ ഇത് ഷോൾഡറിനുള്ള ലൈനാണ്. ആം ഹോളിൻ്റെ ഇറക്കം 3.25 എടുത്തു. ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഇവിടുന്ന് ഒരു 1 ഇഞ്ച് കയറ്റി ഒരു മാർക്ക് ഇട്ടു. 3.25 നടുക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആൻഡ് ഇവിടം വരെ സ്ട്രെയിറ്റ് ഈ ഹാഫ് പോർഷൻ തൊട്ട് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഇച്ചിരിയും കൂടി കയറ്റി വരച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പൊടിക്കും കൂടി കയറ്റി ആണ് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. നെക്കും ആം ഹോളും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിംഗ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫുൾ ഇവിടെ തൊട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഷോൾഡറിൻ്റെ ഇവിടെ 1/4 ഇഞ്ച് പോലും വേണ്ട, ഒന്ന് സൈഡ് ചെരിച്ച് മരിച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴിഞ്ഞു. ഇനി ബാക്കും വെരി സിമിലർ ടു ദ ഫ്രണ്ട്. 1.5 ഇഞ്ച് വിട്ട് ഞാൻ നെക്ക് ലൈൻ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഒരു 2.25 വിട്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു. വീണ്ടും നേരത്തെ പോലെ തന്നെ 3.25 താഴേക്ക് ഫോർ ദി ആം ഹോൾ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. കഴുത്തിൻ്റെ ബാക്കിലെ ഇറക്കം ഞാൻ എടുക്കുന്നത് 1 ഇഞ്ചാണ്. ഇത് കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കർവ് ചെയ്ത് വരയ്ക്കാം. നേരത്തെ കാണിച്ച പോലെ എത്രയാണോ ആം ഹോളിലെ ഇറക്കം എടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതി. ആൻഡ് ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് ഒരു 1 ഇഞ്ച് വിട്ടൊരു മാർക്ക് അത് കണക്ട് ചെയ്ത് വരച്ചു. ഇവിടെ സ്ലാൻഡ് ചെയ്ത് ഷോൾഡറിൻ്റെ ഇവിടെ വരയ്ക്കാം. സോ ഇതിലും നെക്കും ഷോൾഡറും ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ബട്ടൺ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വീതി വന്നത്. ബാക്കിൽ കുറേ എക്സ്ട്രാ ഉണ്ട്. സോ ഞാൻ ലാസ്റ്റ് ഏറ്റവും അവസാനം വേണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കളയാമെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവും ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ 1 ഇഞ്ച് വിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആൻഡ് ഈ ഓപ്പൺ സൈഡ് എല്ലാത്തിൻ്റെയും ഓപ്പൺ സൈഡിൻ്റെ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ട് വേറൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ആൻഡ് ഞാനിനി ഈ 2 പോയിന്റ്സ് കണക്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കർവ് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഈ 2 എണ്ണത്തിൻ്റെയും സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ ഒരല്പം കയറ്റി മുറിക്കാൻ പോവാണ്. ഈ ഒരു ഭാഗത്ത് ശരി ഒന്ന് കയറ്റി. സോ 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് പോർഷൻ എടുത്തു. ഇതൊന്നൊരല്പം ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ കയറ്റി മുറിക്കാം. സെപ്പറേറ്റ് ലൈനിങ് ആയിട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് കഴുത്തെല്ലാം നമ്മൾ പടി വെച്ച് മടക്കി അടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോർമലി ക്രോസ് പീസ് യൂസ് ചെയ്യുന്നവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് അറിയത്തില്ലെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴുത്ത് മെഷർ ചെയ്ത് നോക്കി. ശേഷം ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തിനേക്കാൾ ഒരു അല്പം കൂടുതലേ ഉള്ളൂ ഇത്. സോ ഈ ക്രോസ് പീസ് ഞാൻ ആദ്യം ഒന്ന് നടുവേ മടക്കും. എന്നിട്ട് ഈ ഗുഡ് സൈഡ്, ഈ കഴുത്തിൻ്റെ ഗുഡ് സൈഡിൽ ഇത് തയ്ച്ച് പിടിപ്പിക്കും. ചുറ്റിനും ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് കുറച്ച് അകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഞാൻ ഇതിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഗുഡ് സൈഡിൽ ക്രോസ് പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ടോപ്പ് പോർഷൻ ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കത്തേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ മടക്കി സോ ദാറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അകത്തേക്ക് മടക്കാം.
ഫുൾ കഴുത്ത്. ഇതിനെ ഒന്നുകൂടെ അകത്തേക്ക് മടക്കാം. ഈ നല്ല വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മൊത്തത്തിൽ. നീറ്റായിട്ട് നമുക്ക് ആ നെക്ക് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കാണ്. ഞാൻ ഇതിനെ നടുവേ മടക്കുവാണ്. ഇതിനെ കട്ട് ചെയ്ത് 2 പാർട്സ് ആക്കാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ തവണ മാർക്ക് ചെയ്തപ്പോൾ ഞാൻ വരച്ച 1.5 ഇഞ്ചിൽ ലൈനാണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. ഓക്കെ, നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടാം. ആൻഡ് അതിനുശേഷം ഒന്നും കൂടെ ഈ ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ 1.5 ഇഞ്ചിൽ നമ്മൾ വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ, അതായത് ടോട്ടൽ ഇനിയുള്ള ആ ഒരു 1 ഇഞ്ച് സ്പേസിലേക്ക് ഒന്നുകൂടെ മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഈ 1.5 ഇഞ്ചിനെ 1 ഇഞ്ചായിട്ടും 1/2 ഇഞ്ചായിട്ടും ഒന്ന് ഡിവൈഡ് ചെയ്യുക. ആദ്യം 1/2 ഇഞ്ച് ഒന്ന് മടക്കുക, പിന്നെ 1 ഇഞ്ചും മടക്കുക. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സോ 2 സൈഡിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ബട്ടൺ ഹോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇതിനൊരു 1 2 3 ഒരു 4 ബട്ടൺ ഹോൾ ഞാൻ ഇനി ഇതിൽ ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് പോർഷൻ്റെ നെക്ക് ഇത് മടക്കി അടിച്ചെടുത്ത പോലെ തന്നെ ബാക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവർ രണ്ടുപേരെ ഷോൾഡേഴ്സ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. രണ്ടിൻ്റെ ഗുഡ് സൈഡ്സ് ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് ഷോൾഡേഴ്സ് രണ്ടും കൂട്ടിയടിക്കാൻ പോവാണ്. ഇതിൻ്റെ 2 സൈഡിലും ഷോൾഡർ ഇപ്പോൾ കൂട്ടി തയ്ച്ചു രീതിയിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. സോ 2ഉം ബാക്കും കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സ്ലീവ് ചെയ്യാം. സോ ഇതിൻ്റെ ഇവിടെയുള്ള ആ ഒരു ഞൊറികൾ ആദ്യം കൊടുക്കാം. ആദ്യം ഞാൻ ഞൊറി വെച്ച സമയത്ത് ഇങ്ങനെ കുഞ്ഞു ഞൊറിയായിരുന്നു ഇട്ടെ. അപ്പോൾ ഇത് തീരെ വിസിബിൾ അല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെഷർമെൻറ്റ്സിൽ ഒരു അതുകൊണ്ട് ഞാൻ ആ മെഷർമെൻറ്റ് മാറ്റി. ഇതിപ്പം 2 ഇഞ്ച് വിട്ടുള്ള ക്ലോത്താണ്. ഞാൻ നേരെ നടുവിൽ മടക്കുവാണ്. എന്നിട്ട് ഇതിൽ എനിക്ക് വേണ്ട, ഇപ്പോൾ ഫുൾ പോർഷന് എനിക്ക് ഞൊറി വേണ്ട. സോ ഇതിനകത്ത് ജസ്റ്റ് ഒരു സെൻറ്ററിലുള്ള ഒരു 6 ഇഞ്ചസ്, ഈ സെൻറ്റർ പോർഷനിലുള്ള ഒരു 6 ഇഞ്ചസ്, ഇത്രയും ഭാഗത്ത് മതി എനിക്ക് ഞൊറി. അപ്പോൾ ഞാനിത് സെൻറ്ററിൽ മടക്കിയിട്ട് ആദ്യം തന്നെ സ്ലീവിലേക്ക് ഞൊറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എവിടം തൊട്ട് എവിടം വരെയാണോ വേണ്ടത് അവിടെ ഞാനിങ്ങനെ ഞൊറിഞ്ഞ് ഇതിൻ്റെ നല്ല വശത്തേക്ക് തന്നെ ഇങ്ങനെ ഞൊറിഞ്ഞ് ആ വേണ്ട ഭാഗത്ത് ഈ ഞൊറി ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. ഷോൾഡറിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇത് സെയിം കളർ ആയതുകൊണ്ട് അത്ര എടുത്ത് കാണില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു പഫ് പോലെ ഇതിവിടെ ഉണ്ട്. ഈ സ്ലീവ് നമുക്ക് ടോപ്പ് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ടും ബാക്കും നമ്മൾ ആ മോൾഡ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചിട്ടുണ്ടല്ലോ, ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ട് പാർട്ടിൽ ഈ ഫ്രണ്ട് പോർഷനാണ് വരേണ്ടത്. ആ രീതിയിൽ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഇതിൻ്റെ 2ൻ്റെ സെൻറ്റർ അലൈൻ ചെയ്യുക ആൻഡ് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നോർമലി നിങ്ങൾ എങ്ങനെയാണോ കൈ പിടിപ്പിക്കുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ഞൊറി കൊടുക്കാൻ പോവാണ്. നേരത്തെ മുറിച്ചെടുത്ത ആ പീസ് നമ്മളിവിടെ ഞൊറിഞ്ഞ് കൈൻ്റെ അറ്റത്ത് കൊടുക്കുന്നു. കൈൻ്റെ അറ്റത്ത് വീതി ഇത്രയും വേണ്ട. സോ ഏകദേശം ഒരു എത്രയാണോ നിങ്ങളുടെ കൈൻ്റെ അറ്റത്ത് വീതി വരുന്നത് ആ വേണ്ട ആ സ്ഥലത്ത് മാത്രമേ ഞാൻ ഞൊറി വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ട് എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇനി വേണ്ട വീതി അനുസരിച്ച് കൈയും മേലും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലെ ബട്ടൺ ഹോൾസ് കൊടുക്കാൻ പോവാണ്. ബട്ടൺ ഹോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി പാൻറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അരഭാഗത്ത് എത്രയാണോ വേസ്റ്റ് സൈസ് അതിൻ്റെ 4/1 എടുത്തിട്ട്
ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഞാൻ ഇതിന്റെ വീതി എടുക്കുന്നത്. വേസ്റ്റ് സൈസ് 7.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അവിടുന്ന് ക്രോച്ച് ലെങ്ത് ആയിട്ട് താഴേക്ക് 7 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. മൊത്തത്തിൽ എത്രയാണോ വീതി അങ്ങനെ തന്നെയാണല്ലോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വീതി ഇനി ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഈ ക്രോച്ച് ഏരിയയിൽ നമ്മൾ ആം ഹോൾ വരച്ചെടുത്ത പോലെ തന്നെ കർവ് ചെയ്ത് ഇവിടെ ഒന്ന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് പാൻറ് എത്രത്തോളം ലൂസാണോ വേണ്ടേ ആ രീതിയിൽ ഇതിൻ്റെ താഴത്തെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 6.5-7 ഇഞ്ചാണ് താഴെ എടുത്തിരിക്കുന്നത്. ഇത് ആ ക്രോച്ച് ഏരിയയിലേക്ക് ഇത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഈ പാൻറ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും സെയിം രീതി വേണ്ടതുകൊണ്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ ലൈനിലൂടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ കാണിച്ച പോലെ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനെ ഒന്ന് നടുവേ മടക്കി സാധാരണ നമ്മൾ കാണുന്ന പോലെ പാൻറ്റിന്റെ ഷേപ്പിലേക്ക് എടുക്കാം. താഴെ ഭാഗം മടക്കി അടിക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി താഴെ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കാലിന്റെ ഉൾവശം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണിത്. ഇനി ഇതിൽ ബാക്കിയുള്ളത് അരയിലെ പടി പിടിപ്പിക്കാന്നാണ്. അതിനുവേണ്ടി ഫ്രണ്ടിലെയും ബാക്കിലെയും പടി ആദ്യം ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള മെത്തേഡ് അങ്ങനെ അരഭാഗം തയ്ച്ചു പിടിപ്പിച്ചാൽ മതി. ഒരു ഭാഗം പാൻറ്റിന്റെ നല്ല വശത്തും മറ്റേ ഭാഗം അതിന്റെ ഉൾവശത്തും വരുന്ന രീതിയിൽ ചുറ്റിനും പിടിപ്പിച്ചാലും മതി. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് കാണിക്കുന്നില്ല. ഇതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ എലാസ്റ്റിക് ആഡ് ചെയ്യുന്നുണ്ട്. ടോപ്പ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലേസും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പോർഷനിൽ മാത്രം. സ്റ്റിച്ചിങ് പാർട്ട് എനിക്ക് ഡീപ്പായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ. ഇത് ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.